ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നത് പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരം, വെള്ളം ചീത്തയും ദേശം ഗർഭനാശമാകുന്നു എന്നാണല്ലോ. അപ്പോൾ ഇതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് പഥ്യമായ വെള്ളം എന്നുള്ളതാണ്. വെള്ളം പഥ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. പുതിയ തളിക കൊണ്ടുവരിക, ഒപ്പിടുക എന്നൊക്കെ അവിടെ ഏലീശ പ്രവാചകൻ പറയുന്നുണ്ട്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ആലോചന, നാം എന്ന പട്ടണം, നമ്മുടെ ഇരിപ്പ് നിപ്പ്, നമ്മളുടെ കിടപ്പും ഒക്കെ നല്ലതാണ്, പക്ഷേ മനോഹരമാണ്. പക്ഷേ അവിടെ വായിക്കുന്നുണ്ട് വെള്ളം ചീത്തയാണ്. അപ്പോൾ അതിലൂടെ പുറപ്പെടുന്ന ഒരു ഉറവയിൽ നിന്ന് 2 കയ്പും മധുരവും പുറപ്പെടുമോ എന്നാണ് യാക്കോബിലെ അപ്പോസ്തലൻ ചോദിക്കുന്നത്, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും 2 തരത്തിലെ സ്വഭാവമുള്ളവരായത്, 2 മുഖമുള്ളവരാകരുത്. പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിജയം പ്രാപിച്ചവരായി, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി, നാം എല്ലാവരെയും സ്നേഹിക്കുന്നവരായി, ആരെയും തരം താഴ്ത്തി കാണാതെ എല്ലാവരും ദൈവത്തിന് പ്രയോജനമുള്ളവരാണ് എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ചിലരെ കണ്ട കഴിവില്ലാത്തവരും തോന്നിയേക്കാം, പക്ഷെ അവർക്കും ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലവരാണ്, ദൈവത്തിന് പ്രയോജനമുള്ളവരാണെന്ന് മനസ്സിലാക്കി എല്ലാവരെയും ചേർത്ത് നിർത്തി കൃപയുടെ മഹത്വത്തിൽ അവരുടെ ബലഹീനതകളും കുറവുകളും തെറ്റുകളും ചൂണ്ടിക്കാണിക്കാതെ അവരുടെ നല്ല വശങ്ങൾ മാത്രം എടുത്തു പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാമെങ്കിൽ അവരും അനുഗ്രഹിക്കപ്പെടും, നമ്മളും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി തീരും. ദേശം ഗർഭനാശമാണ്, ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. നമ്മൾ ചെന്ന് പ്രവർത്തിച്ചിട്ടും സുവിശേഷം പറഞ്ഞിട്ടും ഒന്നും ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നില്ല. നമ്മുടെ വീട്ടിനകത്ത് ഒരു നന്മയും വരുന്നില്ല. എവിടെ നോക്കിയാലും അസ്വസ്ഥതകളാണ്, അസ്വാരസ്യങ്ങളാണ്, ക്ഷീണങ്ങളാണ്, ഭാരങ്ങളാണ്, പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട്, രോഗത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, ക്ഷീണങ്ങൾ, വയ്യ എന്ന് പറയുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം മാറണമെങ്കിൽ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണിടയാകട്ടെ. തളിക കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞത് സമർപ്പണമാണ്. തളിക ഒരു സമർപ്പണമാണ്. സമർപ്പണത്തോടെ ഉപ്പ് കൊണ്ടുവരുവീൻ. അതെ, ഉപ്പ് സ്നേഹമുള്ളതാണ്. കാരമില്ലാതെ പോയാൽ എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്താമെന്നുള്ളതാണ്. അതുകൊണ്ട് ഉപ്പ്, സ്നേഹമാകുന്ന ഉപ്പ്, ആ പുതിയ സമർപ്പണമാകുന്ന തളികയ്ക്കകത്ത് ഇട്ട് ആ വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം പഥ്യമായതുപോലെ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, നന്മ തരാൻ പോകുന്നു. നമ്മുടെ ജീവിതവും പഥ്യമാക്കി, ഇതുപോലെയുള്ള പഥ്യക്കേടുകളെ മാറ്റി പഥ്യമാക്കി, നന്മയാക്കി, അനുഗ്രഹമാക്കി തരുവാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, കുടുംബത്തിനകത്തും കുഞ്ഞുങ്ങളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.